ആദ്യമായി ഈ പുണ്യഭൂമിയിൽ വന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കാനുള്ള ഒരു ഭാഗ്യം തന്ന അമ്മ മാതാവിന്, ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് ലതാ സുരേഷ് എന്നാണ്. ഇത് എൻ്റെ മോളാണ്. ഇടുക്കി ജില്ലയിലെ കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ വരുന്നത്. ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത്, ഞാൻ കോട്ടയത്തു നിന്ന് ഇടുക്കിയിലോട്ട് വരുന്ന സമയത്ത് ബസ് കാത്ത് നിൽക്കുമ്പോഴത്തേന് ഒരു സഹോദരി ഓടി വന്ന് ഒരു പത്രം തരികയും ഞാൻ ആ പത്രവുമായിട്ട് വീട്ടിലോട്ട് പോവുകയും ചെയ്ത്, അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഇടയ്ക്കെല്ലാം നോക്കുകയും ഫോൺ വിളിക്കുകയൊക്കെ ചെയ്ത്, അപ്പോൾ അന്ന് എനിക്ക് കിട്ടിയില്ല. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികളും മാനസിക സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് റെജിയും റാണിയും ഞങ്ങളോട് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ അവർ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് 2025 ഒക്ടോബർ 7-ാം തീയതി ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം വീട്ടിൽ വന്ന് ഞാൻ ഡെയിലി ബ്രെഡ് കൂടാനും ഒക്കെ തുടങ്ങി. അന്ന് തന്നെ ആദ്യമായിട്ട് കൂടിയപ്പോൾ തന്നെ എനിക്കൊരു വലിയ അനുഭവം ഉണ്ടായി. ആരോ എൻ്റെ അടുത്ത് കൈയുടെ അവിടെ നിൽക്കുന്ന പോലെ എനിക്കൊരു സ്പർശനം ഉണ്ടാവുകയൊക്കെ ചെയ്ത്, അത് ഞാൻ എൻ്റെ വീട്ടിലെ ഭർത്താവിനോടും മക്കളോടും ഒക്കെ ഞാൻ പറയുകയുണ്ടായി. അതിനുശേഷം പിന്നീട് ഞങ്ങൾക്ക് 2018 പ്രളയത്തിൽ ഞങ്ങളുടെ ഒരു വഴി തകർന്നു പോയായിരുന്നു. അന്നേരം അപ്പം നാട്ടിലുള്ള ഒരു 40 വീട്ടുകാർ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും അന്ന് അധികാരികളെയൊക്കെ കാണുകയും ഈ വഴിക്ക് വേണ്ടി ഞങ്ങൾ ഒത്തിരി സമരങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തിട്ട് ഈ വഴിയുടെ കാര്യം ഒന്നും ശരിയായില്ല. ഞങ്ങളങ്ങനെ ആൾക്കാരെയൊക്കെ കസേരയിലേക്ക് ഇരുത്തിക്കൊണ്ടാണ് എടുത്തുകൊണ്ടൊക്കെയാണ് ആശുപത്രികളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയായപ്പോൾ അതങ്ങനെ 8 വർഷം നിന്നു. ഈ 2025 ഒക്ടോബർ 7-ാം തീയതിക്ക് ശേഷം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ വീണ്ടും ഒരു ആൾക്കാരോടൊക്കെ പറഞ്ഞ് കമ്മിറ്റി കൂട്, അപ്പോൾ മാതാവ് എന്തെങ്കിലും ഒരു വഴിയൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരും. അങ്ങനെ കമ്മിറ്റി കൂടിയപ്പോൾ ഞാൻ ഈ ഉപ്പൊക്കെ ഭർത്താവിൻ്റെ കൊടുത്തു വിടുകയും ആ വഴി കൊണ്ട് ഇടുകയും കമ്മിറ്റി കൂടുമ്പോഴെല്ലാം ഇത് അവിടെ ഇടുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഒരു 2 ആഴ്ചയ്ക്കകം അധികാരികൾ ഇതിൻ്റെ ഞങ്ങൾക്ക് എല്ലാ പേപ്പറുകളെല്ലാം ശരിയാക്കി 1 കോടി രൂപ അനുവദിക്കുകയും PWD ഈ വഴി ഏറ്റെടുക്കുകയും അങ്ങനെ ഇത് ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. അടുത്ത ആഴ്ച തന്നെ ഉടനെ തന്നെ പണി, ഇലക്ഷനൊക്കെ വന്നുകൊണ്ടാണ് നടക്കാതിരുന്നത്, ഉടനെ തന്നെ വഴിപ്പണി നടക്കുമെന്നാണ് കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. അപ്പോൾ അതൊരു നാട്ടുകാർക്കെല്ലാം സന്തോഷമായി. അപ്പം അതിനുശേഷം പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് വന്നിരിക്കുന്നത്, എൻ്റെ മോള് BSc നഴ്സിങ്ങിന് 4ാമത്തെ വർഷം പരീക്ഷ എഴുതിയിട്ട് 2-3 തവണ എഴുതിയിട്ട് അവൾക്ക് കിട്ടിയില്ല. അവൾക്ക് എഴുതുമ്പോഴെല്ലാം നല്ലപോലെ പഠിക്കുകയും നല്ല വിജയമൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ അവസാന വർഷമായപ്പം പരീക്ഷ എളുപ്പമാകും, പക്ഷേ അവൾക്കത് കിട്ടിയില്ല. ഉപ്പ് ഞാൻ കൊടുത്തു വിടുകയും അവൾ ഹാൾ ടിക്കറ്റിലൊക്കെ ഉപ്പിട്ടിട്ടാണ് അവൾ എക്സാമിനൊക്കെ പോയത്. അങ്ങനെ അവൾ ആ പരീക്ഷയിൽ പാസ്സാകുകയും ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആവുകയും ചെയ്തു. പിന്നീട് എനിക്ക് ഏറ്റവും വലിയ ഒരു സാക്ഷി എന്ന് പറയുന്നത്, എൻ്റെ അമ്മയ്ക്ക് കണ്ണിൻ്റെ റെറ്റിനായിക്ക് ഇതുപോലെ ഒരു വലിയ പ്രശ്നമായിരുന്നു. മെഡിക്കൽ കോളേജിൽ നിന്നും ഒത്തിരി ഭാരത ഹോസ്പിറ്റലിൽ നിന്നും ഒക്കെ ഒരുപാട് ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചപ്പം പറഞ്ഞ് കണ്ണിൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായിട്ടും പോകും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞ്. അപ്പോൾ അതിന് മുമ്പായിട്ട് അമ്മയ്ക്ക് കണ്ണിന് തിമിരത്തിനൊന്നും പ്രശ്നമില്ലായിരുന്നു, ചെറിയൊരിതേ ഉള്ളായിരുന്നു. അപ്പോൾ കണ്ണിന് പ്രഷറും ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്നേരം ഇവിടെയൊക്കെ ചെയ്യുമ്പോഴത്തേന് ഒരുപാട് പൈസ ആവുന്നതുകൊണ്ട് ഞങ്ങൾ അരവിന്ദിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ചെറിയ ആദ്യം ഓപ്പറേഷൻ ചെയ്തപ്പോൾ അവർ സ്കാൻ ചെയ്തപ്പം പറഞ്ഞ് റെറ്റിനയ്ക്ക് വലിയ പ്രശ്നമുണ്ട്, ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് 4 മാസം പൂർത്തിയാകുമ്പോൾ അടുത്ത ഓപ്പറേഷൻ ചെയ്യണം, ചെയ്തില്ല അമ്മയുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായിട്ടും കുറയുമെന്ന് പറഞ്ഞ്. അപ്പം എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 പെൺപിള്ളേരേ ഉള്ളൂ, ആങ്ങളമാരൊന്നും ഇല്ല. അന്നേരം പോക്ക് വരവെന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു, കോയമ്പത്തൂർക്ക് പോകുന്നത്. അങ്ങനെ ഞാനും എൻ്റെ സഹോദരിയും കൂടി പല പ്രാവശ്യം അമ്മേനെ അവിടെ കൊണ്ടുപോവുകയും ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ് അത് കഴിഞ്ഞ് വീട്ടിൽ പോയി ശേഷം ഡോക്ടർ പറഞ്ഞ് 4 മാസം ആകുമ്പോഴത്തേന് വീണ്ടും സ്കാൻ ചെയ്യാൻ വരണം, ഉടനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ്. അങ്ങനെ വീണ്ടും ഞങ്ങൾ പോയി സ്കാൻ ചെയ്യാൻ നേരത്ത് എൻ്റെ ഉടമ്പടി തൈലം അമ്മയുടെ നെറ്റിയിൽ ഞാൻ കുരിശ് വരച്ച് സ്കാനിങ്ങിന് കയറ്റിവിട്ടു. അത് കഴിഞ്ഞ് ഇതിൻ്റെ റിപ്പോർട്ട് വന്നപ്പം അമ്മയുടെ കണ്ണിന് യാതൊരു കുഴപ്പവും ഇല്ല.
ഇനി ഒരിക്കലും ഓപ്പറേഷൻ ഒന്നും ഒരിക്കലും ചെയ്യുകയും വേണ്ട, 68 വയസ്സുള്ള ആൾക്ക് 90% കാഴ്ചയുണ്ട്, ജീവിതത്തിൽ ഇനി കണ്ണാടി പോലും വെക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ അന്ന് ഈശോയോട് കയറുന്നതിന് മുമ്പ് ഈ ഒരു വാക്യം ഞാൻ പറഞ്ഞായിരുന്നു, അന്തന് കാഴ്ച കൊടുത്ത കർത്താവേ, നീ എൻ്റെ അമ്മയുടെ ജീവിതകാലം മുഴുവനും അമ്മയ്ക്ക് കാഴ്ച കൊടുക്കണേ എന്ന് പറഞ്ഞു. ശരിക്കും ഒരുപാട് നന്ദി. പിന്നെ വീണ്ടും എൻ്റെ ഭർത്താവിന് ഒത്തിരി വർക്കുകളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് മക്കളെ 2 പേരെ നേഴ്സിംഗ് പഠിപ്പിക്കുകയാണ്. അന്നേരത്തേന് പൈസ കൊണ്ടൊന്നും തികയുന്നില്ലായിരുന്നു. ഞാൻ വർക്കുകളൊന്നും കിട്ടാതെ വന്നപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞ് ഒരു ദിവസം ഒത്തിരി നേരം ഉപ്പുമൊക്കെ ഭർത്താവിൻ്റെ നെറ്റിയിൽ തൂക്കുകയും പിന്നെ മാതാവിനോട് ഞാനിത് പ്രാർത്ഥിച്ചിട്ട് അടുക്കളയിലോട്ട് പോയിട്ട് വന്നു കഴിഞ്ഞ് ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു 4 കുറേ വർക്കുകളെല്ലാം ഇങ്ങനെ വരുവാ. ഭർത്താവിനെ ഫോൺ വിളിക്കുക ആൾക്കാരിങ്ങനെ വർക്കുകൾക്ക് വേണ്ടിയിട്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും മാതാവ് വരുത്തി തന്നിട്ടില്ല. ഇന്ന് സന്തോഷമായിട്ട് ഞങ്ങൾ പോകുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ നടത്തിയത് ഞാനും ഞങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടി അവരെയും കൂടെ കൂട്ടി ആശ്രമങ്ങളിലെല്ലാം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കി അവർക്കെല്ലാം 10-25 പേർക്ക് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുകയും അതുപോലെ BSc നഴ്സിങ്ങിന് പഠിക്കുന്ന പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് ബുക്കും പേനായും പുസ്തകം ഇതെല്ലാം വാങ്ങിച്ചു കൊടുക്കുകയും സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. പിന്നെ അങ്ങനെ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് അവരുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കാറുണ്ട്, അവർക്ക് സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്. 2019 അവൾ മരിച്ചുപോയി, ക്യാൻസർ വന്ന്. അപ്പോൾ മരിക്കുന്നതിന് 1 മാസം മുമ്പ് എനിക്കൊരു ബൈബിൾ കൊണ്ട് എനിക്ക് തന്നായിരുന്നു. അപ്പോൾ അവളിൽ കൂടി ഞാൻ ഈശോയുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നിനക്ക് എപ്പോൾ ഇത് ആവശ്യം വന്നാലും നീ ഇത് എടുത്ത് നോക്കണം, നിൻ്റെ രാമായണത്തിൻ്റെയൊക്കെ കൂടെ ഇത് വെച്ചോണമെന്ന് പറഞ്ഞ് അവൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്യുകയും എനിക്ക് 2025 ഞാനിത് എടുക്കുകയും തുറന്നു നോക്കുകയും എപ്പോഴും എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം തന്നെ ഞാൻ ഈ ബൈബിൾ വായിക്കുകയും വചനങ്ങൾ പഠിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം ചെയ്യുകയും എടുക്കുകയൊക്കെ ഞാൻ ചെയ്യുന്നത്. ഡെയിലി ബ്രെഡ് ഇന്നേ വരെ ഞാൻ ഈ ഉടമ്പടി ഇത് 3ാമത്തെ തവണയാണ്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഇന്നേ വരെ ഇതൊന്നും ഒന്നും പറ്റിയിട്ടില്ല. അതുപോലെ ഉടമ്പടി ആരാധന കൂടുകയും ഈ ആരാധനയെക്കുറിച്ച് ഞാൻ എൻ്റെ ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുകയും അവരെല്ലാം ആദ്യമൊക്കെ അവർക്ക് ഇതായിരുന്നു. വീണ്ടും എന്നോട് അവർ തന്നെ ഇങ്ങോട്ട് പറയുകയും ഉടമ്പടി ധ്യാനങ്ങളെല്ലാം അയച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം പറയുകയും ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ഇതെല്ലാം ഈ ധ്യാനങ്ങൾ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. ഇപ്പോഴും ഈ ധ്യാനം കൂടുന്നത് എനിക്ക് ഒരുപാട് വലിയ ആശ്വാസമാണ് എനിക്ക് കിട്ടുന്നത്. ഇത്രയും വലിയൊരു ആശ്വാസം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടില്ല. അത്രയ്ക്ക് ഇതാണ് അച്ഛൻ്റെ ഉടമ്പടി ആരാധന. ഞാൻ ഒരിക്കലും കൂടാതിരിക്കുകയില്ല. എന്തെങ്കിലും ഒരു ദിവസം ഒരു ചൊവ്വാഴ്ച ഇങ്ങനെയൊക്കെ കൂടാതെ ആ സമയത്ത് കൂടാതെ വന്നപ്പോൾ ഞാനത് അന്നത്തെ ദിവസം കിടക്കുന്നതിന് മുമ്പ് തന്നെ ഞാനതെല്ലാം കൂടി തീർത്ത്, അല്ലെങ്കിൽ എനിക്കത് ഒരു സമാധാനം കിട്ടത്തില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്ക് 2 പേർക്കും എൻ്റെ ഭർത്താവിനും ഇപ്പം ഇതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നാം വിളിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നിയമാവർത്തനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 7-ാം വചനമാണ്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ, പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ നാം ഇന്നൊരു ശ്രേഷ്ഠ ജനതയാണ്. ദൈവം സമീപസ്ഥരായ ഒരു പ്രത്യേക ജനതയാണ് ഉടമ്പടി മക്കൾ. ലതാ സുരേഷ് എന്ന മകളുടെ സാക്ഷ്യത്തിലും ആ ശ്രേഷ്ഠ ജനതകളുടെ ഇടയിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ പറ്റിയാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തിയത്. പ്രളയത്തിൻ്റെ സമയത്ത് തകർന്ന ഒരു വഴിക്ക് വേണ്ടിയിട്ട് 8 വർഷത്തോളം അവർ ഓഫീസ് കയറി ഇറങ്ങി. പക്ഷെങ്കിൽ ഒരു പ്രയോജനവും ഉണ്ടായില്ല. അവസാനം അവർ ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിക്കുകയാണ്. പ്രാർത്ഥിച്ച് നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പിട്ട് ആ വഴിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ആ വഴിക്കുള്ള പ്രോജക്റ്റ് സാങ്ഷൻ ആവുകയും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാനാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിന്നായിരിക്കുന്നത്. പിന്നീട് മകളുടെ BSc നഴ്സിങ്ങിൻ്റെ പഠനമാണ്. അതും ഒരു നിയോഗമായി സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് BSc കംപ്ലീറ്റ് ആകാൻ സാധിക്കുകയും അമ്മയ്ക്ക് നന്ദി പറയുകയും ചെയ്യുകയാണ്. ഹസ്ബൻഡിന് ജോലിയില്ലാതെ
വളരെ ബുദ്ധിമുട്ടുകളുടെ ദിവസങ്ങളായിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഒരു അപ്രത്യക്ഷമായ ഒരു ദിവസം പതിവ് പോലെ, പക്ഷെങ്കിൽ അന്ന് പതിവില്ലാതെ കുരിശ് വരച്ച് ഹസ്ബൻഡിൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു ജോലി നല്ല രീതിയിൽ പോകുവാനായിട്ട്. അന്ന് ആ ദിവസം തന്നെ കുരിശ് വരച്ച് പുറകോട്ട് മാറിയപ്പോൾ തന്നെ ഫോൺ കോൾ ആഫ്റ്റർ ഫോൺ കോൾ വരുവാൻ തുടങ്ങി. ജോലി കാര്യം മുന്നോട്ട് പ്രോഗ്രസ്സായി. അതും അവിടെയും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലാണ്. പിന്നീടുണ്ടായിരുന്നത് സൗഖ്യദാതകനായ ഈശോയുടെ ഒരു ഇടപെടലാണ്. അമ്മയുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി 90% തിരിച്ചു കിട്ടുന്നത്. നമുക്കറിയാം, തകർന്ന മനസ്സിനും ഭാരം നിറഞ്ഞ ഹൃദയത്തിനും ദൈവം ആശ്വാസവും സമാധാനവും നൽകുന്ന ഒരു ഉടമ്പടിയിലൂടെയാണ്. ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുവാനും നിരാലംബരുടെ മുറിവുകൾ കെട്ടാനുമുള്ള ആ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അന്ധന് കാഴ്ച നൽകിയ ആ ദൈവം ഈ മകളുടെ അമ്മയ്ക്ക് പൂർണ്ണ കാഴ്ച നൽകി കൃപാസന അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ അനുഗ്രഹിച്ചെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഈശോയും അമ്മയും കൂടെയുള്ളപ്പോൾ നമുക്ക് നമ്മുടെ കൂടെ ആ ദൈവ സാന്നിധ്യമാണ്, നമുക്കൊരു ഉറപ്പാണ്, നമുക്ക് ധൈര്യമാണ് നൽകുന്നത്. എന്ത് പ്രതിസന്ധികൾ വന്നാലും തരണം ചെയ്യുവാനും മറ്റുള്ളവരോട് രമ്യതപ്പെടുവാനും കുടുംബത്തിൽ കൂടുതൽ സ്നേഹവും സന്തോഷത്തോടെ മുന്നോട്ട് ജീവിതം നയിക്കുവാനും കുടുംബടിയാണ് ഇവരെ സഹായിച്ചത്. നമ്മുടെ ജീവിതത്തിലും നമുക്കും ഓർക്കാം, വിളിക്കുമ്പോൾ നമുക്ക് സമീപസ്ഥനായ ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നാം ഒരു ശ്രേഷ്ഠ ജനതയാണ്, ഉടമ്പടി മക്കൾ. നമ്മുടെ കഷ്ടതയിൽ നമുക്ക് ദൈവത്തെ വിളിക്കാം, വിശ്വാസത്തോടെ ഉടമ്പടി പാലിക്കാം. ഒരുപക്ഷെ രോഗമാവാം, ഭയങ്ങളാവാം, എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം വിളിക്കുമ്പോൾ അങ്ങെനിക്ക് അടുത്തിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടും ലതാ സുരേഷിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും, പ്രത്യേകിച്ചും മകളുടെ പഠിത്ത കംപ്ലീഷനും സ്റ്റഡി കംപ്ലീഷനും പിന്നെ രോഗശാന്തിക്കും എല്ലാം നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.